നമ്മൾ മാജിക് ഡോട്ടിലേക്ക് ഡിസൈനേഴ്സിനെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. പക്ഷെ അതിലൊരു 40% പേരെങ്കിലും ഒരു കൃത്യമായൊരു പോർട്ട്ഫോളിയോ ഇല്ലാതെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ ചോദിക്കുന്ന സമയത്ത് കുറേ വർക്കുകളായിരിക്കും ഷെയർ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഒട്ടും ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. പിന്നെ കുറേ പേരുടെയെങ്കിലും, അതായത് ഒരു 50% പേരുടെയെങ്കിലും പോർട്ട്ഫോളിയോക്കകത്ത് മോക്കപ്പിൻ്റെ ഒരു അയ്യരുകളിയായിരിക്കും. ഇതൊരു ഗിമ്മിക്കാണ്. വർക്കിൻ്റെ യൂസ് കേസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ മോക്കപ്പ് ചെയ്യുന്നത്, അല്ലാതെ വർക്കിൻ്റെ പോരായ്മകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മോക്കപ്പിൻ്റെ ഇടയിലൂടെ വേണം ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ HR-ന് ആ വർക്കിൻ്റെ ക്വാളിറ്റീനെ അസസ് ചെയ്യാനായിട്ട്. അതായത് ആ കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുന്നതിൽ പണിയും റിസ്ക്കും കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അവർ മറ്റു ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഒരു HR-ന് നിങ്ങളുടെ സ്കില്ലും ആറ്റിറ്റ്യൂഡും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പോർട്ട്ഫോളിയോ ചെയ്യാൻ നോക്കാം. നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൽ സെറ്റും ആറ്റിറ്റ്യൂഡും എന്താണോ ഇതിൻ്റെ 100% ഷോക്കേസ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ, ഇതാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കില്ലാത്ത സ്കില്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ടും പലയിടത്തൊന്നും ചൂണ്ടിയ വർക്കുകൾ വെച്ചിട്ട് നമുക്ക് മികച്ച ഒരു പോർട്ട്ഫോളിയോ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അത് വെച്ച് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ടാസ്കുകൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പിന്നെ എന്താ സംഭവിക്കുക നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കാര്യം ക്രെഡിബിൾ ആയിരിക്കുക എന്നതാണ്. നമ്മുടെ യഥാർത്ഥ പൊസിഷൻ എന്താണോ അതായിരിക്കണം നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസിനുള്ള സ്കിൽ സെറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇയാളൊന്നും പഠിച്ചിട്ടില്ല, ഇനി തുടർന്നും അത് തന്നെയായിരിക്കും കഥ എന്നായിരിക്കും ഒരു എംപ്ലോയർ കരുതുക. ഒരു PDF പോർട്ട്ഫോളിയോയുടെ സ്ട്രക്ചറിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ പേരിനൊപ്പം നല്ലൊരു ഫോട്ടോ പ്ലേസ് ചെയ്യാം. വലിയ ജഗപൊകയൊന്നും വേണ്ട, ഗ്രാഫിക്സും കുറേ കളറുകൾ ആഡ് ചെയ്തിട്ടും അങ്ങനെയുള്ള ജഗപൊകയൊന്നും വേണ്ട, നീറ്റ് പ്ലേസിങ്. പിന്നെ നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ബേസിക് ഇൻട്രോ, നിങ്ങളുടെ ഇൻട്രസ്റ്റും കരിയറിനോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന തരത്തിലുള്ളതാവാം. കാരണം മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ CV-യിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ഒരു ടെക്സ്റ്റിൽ പരമാവധി നമ്മളൊരു പേഴ്സണൽ ടച്ച് കൊണ്ടുവരണം. ChatGPT നേരെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ChatGPT-യുടെ സപ്പോർട്ട് നമുക്ക് എഴുതാനായിട്ട് എടുക്കാം. ഒരു 5-6 സെന്റൻസ് വരുന്ന ഒരു പാരഗ്രാഫ് മതി, ഒരു ചെറുത്, ഒരു ക്വിക്കായിട്ട് ഒരാൾക്ക് വായിക്കാൻ പാകത്തിന്. അല്ലെങ്കിൽ ഒരു 10-നുള്ളിൽ നിൽക്കുന്ന ബുള്ളറ്റ് പോയിന്റ്, ഹൈലൈറ്റ് പോയിന്റുകളായിട്ടും എഴുതാം. പിന്നെയുള്ളത് വർക്കുകൾ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കരിയർ തുടങ്ങിയ മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ വർക്കുകളും ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്പേസ് അല്ല, അത് കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യണം. ഇതിന് നമ്മളുടെ PC-യിലോ അല്ലെങ്കിൽ ഡ്രൈവിലോ എപ്പോഴും ഒരു ഫോൾഡർ സൂക്ഷിക്കണം, നമ്മളുടെ വർക്കുകൾ കോപ്പി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഫോൾഡറിനകത്ത് കുറേ സബ് ഫോൾഡറുകൾ ഉണ്ടാക്കുക. അതായത് കാറ്റഗറൈസ് ചെയ്തിട്ട് ലോഗോസ്, പോസ്റ്റർ, ബ്രോഷർ, ഇങ്ങനെയുള്ളത്. നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ ബെസ്റ്റ് വർക്കുകൾ ഉള്ളതൊക്കെ ഇതിനകത്ത് കോപ്പി ചെയ്ത് സൂക്ഷിക്കുക. ഈ കോപ്പി ചെയ്ത് സൂക്ഷിക്കുന്നതിൽ നിന്ന് വേണം പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ വർക്കുകൾ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം മുഴുവൻ പരക്കം പാഞ്ഞ് നടക്കേണ്ടി വരില്ല. കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോൾഡറിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി അതിനാവശ്യമുള്ള കാറ്റഗറി ഇതിൽ നിന്നും എടുത്ത് പ്ലേസ് ചെയ്യാം. അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസും വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ഓരോ കമ്പനിക്ക് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഈ പോർട്ട്ഫോളിയോയ്ക്ക് അയക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് വേണമെങ്കിൽ ഫയൽ നെയിം ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ ആ കമ്പനിക്ക് അവർക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള ഒരു ഫീല് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പ്ലേസ് ചെയ്യാൻ പോകുന്ന വർക്കുകൾക്ക് നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പാക്കുക. വെക്ടറിലുള്ള വർക്കുകളൊക്കെ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക. ഫയൽ സൈസ് കുറയ്ക്കാൻ ഇത് ഉപകാരപ്പെടും. ഒരു പേജിനകത്ത് ഒരു വർക്ക് മതി, ആ വർക്കിൻ്റെ മറ്റ് ഡീറ്റെയിൽസും അതിനകത്ത് ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പോർട്ട്ഫോളിയോയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഡിസൈനിൽ ഇല്ലുസ്ട്രേഷൻ ചെയ്തത് നിങ്ങളാണ്, അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ റീടച്ച് ചെയ്തത് നിങ്ങളാണ്, അല്ലെങ്കിൽ ആ കാലിഗ്രഫി ചെയ്തത് നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം. അതിനകത്ത് ടൈപ്പോഗ്രഫി, ക്രെഡിറ്റ്, അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാം. കാരണം മിക്കവാറും ഒരു ഡിസൈൻ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം വർക്കായിരിക്കില്ല. കോപ്പി റൈറ്റർ ഉണ്ടാവും, ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാവും, ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുണ്ടാവും, ഫോട്ടോ എടുത്തിട്ടുള്ള ആളുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണല്ലോ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ റോൾ അതിനകത്ത് എന്താണെന്നുള്ളത് കൃത്യമായി എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ മോക്കപ്പ് ഉപയോഗിക്കുന്ന പരിപാടി ചെയ്യരുത്. ആവശ്യമുള്ളതിന് മാത്രം. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനൊന്നും ഒരു മോക്കപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ വളരെ അത്യാവശ്യമുള്ളതിന് മാത്രം മോക്കപ്പ് കൊടുക്കുക. മോക്കപ്പ് കൊടുക്കുമ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള മോക്കപ്പുകൾ കൊടുക്കുക. പോപ്പുലർ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് മോക്കപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. നമുക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് അതിനെ മോക്കപ്പായി മാറ്റുകയോ ഒക്കെ ചെയ്യാം. പോപ്പുലർ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുക്കുന്ന മോക്കപ്പുകളൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു യുണീക്നെസ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫോട്ടോ എടുത്തിട്ടോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും അവസാനം കോൺടാക്ട് ഡീറ്റെയിൽസും വേണമെങ്കിൽ ഒരു താങ്ക്സും വയ്ക്കാം. അപ്പോൾ അടിപൊളി വർക്കുകൾ ചെയ്യുക, നിങ്ങളുടെ ഡ്രീം കരിയർ ഡെവലപ്പ് ചെയ്യുക.